എല്ലാവർക്കും 3 in Ireland ആർമിസ് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കാർ പാർക്കിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് കാർ പാർക്കിങ്ങിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അത് അപ്പാർട്ട്മെൻറ്റിലായിക്കോട്ടെ, നമ്മൾ ഔട്ട്സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളത് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ RFC വന്ന് വണ്ടി ക്ലാമ്പ് ചെയ്തിട്ട് പോകും. 120 യൂറോയാണ് അതിൻ്റെ ഫൈനും വരുന്നത്. അതിന് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം, നമ്മൾ അപ്പാർട്ട്മെൻറ്റിലേക്ക് താമസം മാറുന്നതിന് മുമ്പായിട്ട് അവരുമായിട്ട് സംസാരിക്കുക. നമ്മുടെ ഏരിയയിൽ പാർക്ക് ചെയ്യുന്നതിന് ഈ ഡിസ്കിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളത്. ആവശ്യമുണ്ടെന്ന് അവർ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മാനേജ്മെൻറ്റുമായിട്ട് സംസാരിച്ചിട്ട് ആ ഡിസ്ക് എങ്ങനെയാണെന്ന് ഓൺലൈനിൽ കിട്ടുന്നത് നോക്കിയിട്ട് അത് കളക്ട് ചെയ്ത് നമ്മൾ വണ്ടിയിൽ ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ അതിനുള്ള ആ ഡിസ്കിൻ്റെ ഇതും RFCയുടെ ഡീറ്റെയിൽസും ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് നോക്കുക, നിങ്ങൾക്കത് പ്രയോജനപ്പെടും. ഇല്ലെന്നുണ്ടെങ്കിൽ അറിയാതെ ഇത് നമ്മുടെ സ്പേസ് ആണല്ലോ എന്ന് കരുതിക്കൊണ്ട് പാർക്ക് ചെയ്യും. RFC റൗണ്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഡിസ്ക് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അവർ ലോക്ക് ചെയ്തിട്ട് പോകും. ഡിസ്കിനായിട്ട് നമുക്ക് RFCയുടെ സൈറ്റിൽ കയറി ഓൺലൈനിൽ ചെയ്യാൻ പറ്റും. മന്ത്ലി ഒരു പേയ്മെൻ്റ് ഉണ്ട്. ആ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് പോസ്റ്റ് വഴി നമ്മുടെ വീട്ടിലെത്തും. പിന്നെ എല്ലാ അപ്പാർട്ട്മെൻറ്റിലും പാർക്കിംഗ് സ്പേസിന് ഡിസ്ക് വേണമെന്നില്ല. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന പുതിയ അപ്പാർട്ട്മെൻറ്റിൽ ഡിസ്കിന് ആവശ്യമില്ല. നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അപ്പാർട്ട്മെൻറ്റ് മാറുന്ന ടൈമിൽ തന്നെ ഇത് കൺഫേം ചെയ്യുക. ഇവിടെ പാർക്കിങ്ങിന് നമുക്ക് ഡിസ്കിന് ആവശ്യമുണ്ടോ അതോ നമുക്ക് ഡയറക്റ്റ് പാർക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിക്കാം. അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. ചില സ്ഥലങ്ങളിൽ ഇൻ്റർലോക്കിൻ്റെ ലൈൻ നമുക്ക് അറിയാൻ പോലും പറ്റില്ല. നമ്മൾ അത്യാവശ്യമായിട്ട് ചെന്ന് വണ്ടി റിവേഴ്സ് പാർക്ക് ചെയ്യും. പാർക്ക് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കത്തില്ല. ലൈനകത്താണെന്ന് കരുതിയിട്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് പോകും. ഇവർ റൗണ്ട് ചെയ്ത് RFC റൗണ്ട് ചെയ്യുന്ന ടൈമിൽ വന്ന് നോക്കുമ്പോൾ ലൈനിന് പുറത്താണെന്ന് വെച്ചാൽ അവർ ക്ലാമ്പും ചെയ്തിട്ട് പോകും. പിന്നെ അതഴിക്കാനായിട്ട് 120 യൂറോയും കൊടുക്കണം. അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഏരിയയിൽ ഇൻ്റർലോക്കിലാണ് ലൈൻ ഇട്ടിരിക്കുന്നത്. ഇതിൽ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. ചില സമയത്ത് നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് റിവേഴ്സ് ഇടുമ്പോൾ ഇത് കറക്റ്റായിട്ട് അറിയാൻ പറ്റാതെ കൊണ്ട് പാർക്ക് ചെയ്യും. ചിലപ്പോൾ ലൈനിന് വെളിയിലായിരിക്കും. ചെറുതായിട്ട് ലൈനിന് വെളിയിലായാലും അവർ RFC വന്നിട്ട് അത് ക്ലാമ്പ് ചെയ്തിട്ട് പോകും. എൻ്റെ ഫ്രണ്ട് ഇവിടെയാണ് പാർക്ക് ചെയ്തപ്പം അവർ വന്ന് ലോക്ക് ചെയ്തിട്ട് പോയത്. അപ്പം ഇങ്ങനെയുള്ള ഏരിയകളിൽ പോകുമ്പോൾ ഇത് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഇൻ്റർലോക്കിൽ ഇതുപോലെ ലൈൻ ഇട്ടിരിക്കുന്നത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അടുത്ത് വണ്ടി ഇതുപോലെ പാർക്ക് ചെയ്തു. റിവേഴ്സ് ഇട്ട ടൈമിൽ അതിൻ്റെ ലൈൻ കറക്റ്റായിട്ട് കണ്ടില്ലായിരുന്നു. അങ്ങനെ പുള്ളി അവിടെ പാർക്ക് ചെയ്തു. കുറച്ച് കഴിഞ്ഞു RFC വന്ന് അത് ലോക്ക് ചെയ്തിട്ട് പോയി. അപ്പം അവർ പറയുന്നത് ലൈൻ ക്ലിയർ ആണോ അല്ലയോ നിങ്ങൾ ശ്രദ്ധിക്കണമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ അവിടെ അങ്ങനെയുള്ള ഏരിയയിൽ പാർക്ക് ചെയ്യുന്ന സമയത്ത് ഇൻ്റർലോക്കിൻ്റെ ആ ലൈൻ കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം അത് പാർക്ക് ചെയ്യാൻ. പിന്നെ നമ്മൾ അടുത്തതായി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ആ 2 ലൈനിനും നടുക്കായിട്ട് പാർക്ക് ചെയ്യാൻ ശ്രമിക്കുക. ആ ലൈനിന് വെളിയിലാണ് നമ്മൾ പാർക്ക് ചെയ്തതെങ്കിൽ RFC അത് ലോക്ക് ചെയ്തിരിക്കും. ലോക്ക് ചെയ്താൽ പിന്നെ വീണ്ടും 120 യൂറോ കൊടുത്ത് വീണ്ടും അത് നമ്മൾ റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കുക.